നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എമർജൻസി ആയിട്ടൊന്ന് വിളിക്കോ, കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാനാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരി പത്തനാപുരാണ് ഈ സൂര്യ ടി വിന്ന്. ഹരി പത്തനാപുരാണ് സൂര്യ ടി വിന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 11/6/1997. സമയം വെളുപ്പിന് 3:45. 3 രാവിലെ വെളുപ്പിന്. ഓക്കെ. മകൻ നക്ഷത്രം ബുധനാഴ്ച ദിവസം, ഇടവം 28-ാം തീയതി. മകളുടെയാ? മകളുടെയാ. വിവാഹം നടന്നില്ലേ? ഇല്ല സാറേ, അതല്ലേ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ശരി. ഇപ്പോഴേ ഈ 2024 മാർച്ച് 16-ാം തീയതി മുതലാണ് കൂടുതൽ അനുയോജ്യമായ സമയം. നേരത്തെ അടുത്ത് വരെ വന്നിട്ട് പോയോ കല്യാണം വല്ലതും? വരുന്നുണ്ട് സാറേ ഇങ്ങനെ, പക്ഷെ ഒന്നും അങ്ങോട്ട്. അല്ല, കുഴപ്പമില്ല ചേച്ചി, ധൃതി ടെൻഷൻ അടിക്കണ്ട. ഇപ്പം കല്യാണത്തിൻ്റെ ടൈമൊക്കെ കൂടുതൽ നല്ല ടൈം വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. മോളെ സംബന്ധിച്ച് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു പീരീഡൊക്കെ ആയിരുന്നു കടന്നു വന്നത്. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി കുറച്ചുകൂടി നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഉള്ള ഒരു സമയമാണ് വരുന്നത്. അപ്പം ടെൻഷനൊന്നും അടിക്കണ്ട, നല്ലൊരു ഭാവിയൊക്കെ ആ കുട്ടീനെ സംബന്ധിച്ചുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ടൈം കുറച്ച് മോശമാണ് ചേച്ചി, അതിൻ്റെ ഇത്തിരി വിഷമിപ്പിക്കും. മനസ്സിലായോ? പിന്നെ മോളുടെ ഇത് ചെറിയ പാപദോഷമുള്ള ജാതകമാണ്. അപ്പൊ 7-ാം ഭാവത്തിൽ തന്നെ പാപഗ്രഹം നിൽക്കുന്ന ഒരു പുരുഷന്റെ ജാതകം യോജിപ്പിക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ട്രൈ ചെയ്തോണം. വേറെ കുഴപ്പമൊന്നുമില്ല, പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്ക് കേട്ടോ. പിന്നെ ചേച്ചി പൊതുവെ 2 എണ്ണം അടുത്തവരെ വന്നിട്ട് മാറിപ്പോയോ? 2 എണ്ണം ഇങ്ങനെ കല്യാണങ്ങൾ വരുന്നുണ്ട് ഇങ്ങോട്ട്, പക്ഷെ നമുക്കൊന്നും നമ്മുടെ വീട്ടിൽ നിന്നൊന്നും വരുന്നില്ല. ഇപ്പൊ ഒരെണ്ണം വന്ന് ഇപ്പൊ ഉണ്ട്. ശരിയാ, നോക്ക. പിന്നെ മോൾക്ക് നല്ലൊരു ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയാണ് ചേച്ചി. അതിനുവേണ്ടി കൂടെ ട്രൈ ചെയ്തോളാൻ പറയണം. വിഷമിക്കുകയൊന്നും വേണ്ട. കുറേ കാലമായിട്ട് ഇത്തിരി മോശ സമയമായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമിലേക്ക് വരും. നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചോളാൻ പറ. നല്ല കല്യാണവും നടക്കും ചേച്ചി, വേറെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അന്ന് മോള് ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. അതെ. അല്ലെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ചേച്ചി നല്ലത്. പുള്ളിക്കാരത്തേക്കും ആരെയും ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒരുപാട് ആരുടെ മുമ്പിലും കൈ നീട്ടുന്നതൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവ രീതിയുണ്ട്. അയാൾക്ക് സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അയാളെ സംബന്ധിച്ച് എപ്പോഴും നല്ലത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല അമ്മയാണ്. കാരണം സാധാരണ അമ്മമാര് പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം ചെറിയ പ്രായത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ ചേച്ചി ഇത്രയും ഡിലേ ഇട്ട് കുറച്ച് സമയം എടുത്തിട്ട് മതി. എന്തോ ഇപ്പോഴും നമുക്ക് ജോലി ഉള്ളതുകൊണ്ട്, എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നതായിട്ട് ചെയ്യും. അപ്പൊ എന്റെ മക്കളും അതുപോലെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. വെരി ഗുഡ്. അപ്പം നല്ല കല്യാണമൊക്കെ നടക്കും ചേച്ചി. അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്താട്ടെ. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.